എന്നെ വേണ്ട, എൻ്റെ പൈസയും വേണം, എൻ്റെ മുതലും വേണം. ഇപ്പം അവൾ ആവശ്യപ്പെട്ടേക്കുന്നത് എന്ത് പറയും? 5 സെൻറ്റ് സ്ഥലം ഒരു വീടും ഉള്ളൂ, അത് റോഡ് സൈഡാണ്. ആ വത്തും വീടും ഇപ്പം അവൾ പറയുന്ന പിള്ളേരെ അവിടെ പേർക്ക് കൊടുക്കും. വന്ന് അവരുടെ വീട്ടിൽ കയറി വരുമ്പോൾ എന്തുവാ ചെയ്യുന്നത് അറിയും? അവരുടെ മച്ചൂണന്മാർ 2 പേര്, അപ്പച്ചിയുടെ മോനൊരുത്തൻ, എല്ലാവരും കൂടെ കുപ്പി പൊട്ടിച്ച് വെള്ളം അടിച്ച് അവിടെ പെരയകത്ത് കാണുന്ന രംഗമാണ്. ഒരു പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് മറ്റൊരു പുരുഷന്മാർ വന്ന് വെള്ളം അടിക്കേണ്ട കാര്യം. അന്നേരം ഞാൻ വിചാരിച്ചതുപോലെ ഒരു കുഞ്ഞുങ്ങളായി എങ്ങനെയാലും മാറും, ഇപ്പം ഇന്നല്ലേ നാളെ ആയാലും മാറും, എങ്ങനെയാലും സുഖമായിട്ട് കഴിയാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷെ അത് പലതിലും കത്തിക്കുത്തി വരെ അത് ഏർപ്പെട്ടിട്ടുണ്ട്. അറിയാമോ, എൻ്റെ വീടിൻ്റെ പരിസരത്ത് എന്ന് വെച്ചാൽ വള്ളിക്കോട് കോട്ടയത്ത് വന്നിട്ട് എൻ്റെ പരിസരവാസികളോടും എൻ്റെ ബന്ധക്കാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞ മറുപടി, ഞാൻ കോട്ടയത്ത് 2 ആൾക്കാരുണ്ടായിരുന്നു, ലോഡ്ജ് മുറി എടുത്ത് ഞാൻ താമസിച്ച് മറ്റൊരു രീതിയിലുള്ള പണം ഉണ്ടാക്കുമായിരുന്നെന്ന്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണുങ്ങൾ സഹിക്കും? ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ മറുപടിക്കെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടുകാരെയും എൻ്റെ നാട്ടുകാരെയും കാര്യം ഇവള് പറഞ്ഞ എല്ലാം പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇയാള് ഈ കത്തിയെടുത്ത് കുത്തിയെന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്റെ പാടുണ്ട് ഇതുപോലെ സ്വന്തം. എന്തായാലും എന്റെ ജീവിതം ഞാൻ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. ഇതുപോലെ സഹിയിട്ട് എന്റെ തലമുടിക്കെല്ലാം കൂടെ പിടിച്ചിട്ട് പറയും മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി എന്റെ കൈ ഞരമ്പ് മുറിച്ച്. ഇതാണെന്നുണ്ടെങ്കിൽ കടിച്ചതാ, എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ തടസ്സം നിന്നെ എന്റെ കയ്യെ കയറി കടിച്ചതാ. ഇതൊന്നും ബോധമില്ലാതാ ചെയ്തത്. ബോധമില്ലെന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ടാ ചെയ്തത്. അതുപോലെ തന്നെ നേരിട്ട് എന്നെ ഇത് കുത്താൻ വന്നപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ചു മാറ്റി, ഒരു കൈ കൊണ്ട് തട്ടിക്കളഞ്ഞു. ആ തട്ടിയ സൈഡും കൊണ്ട് ഈ സൈഡിലാണ് എൻ്റെ പാട് വന്നേക്കുന്നത്. വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ പ്രദർശനം ചെയ്യാൻ കാണിക്കാം. ശരി, ഇതിനെല്ലാം ഞാനിപ്പോൾ തെളിവ് സഹോദരൻ ഞാൻ എൻ്റെ അവിടെ ഉള്ളവരെ ഞാൻ വിളിപ്പിക്കട്ടെ. എനിക്ക് നീതി കിട്ടണം. മിനി നമ്മളിവിടെ നോക്കുന്നത് ഇദ്ദേഹത്തിന് മിനിയെ ഉപേക്ഷിക്കണമെന്നില്ല. വേണ്ട, ഇതൊരു സംശയം. സത്യമായിട്ട് പറഞ്ഞു ഞാൻ അതേമാതിരി ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഭയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിനോട് എനിക്ക് ഭയമുണ്ട്. കാര്യം എപ്പോഴും ഏത് നിമിഷവും ഫോൺ വിളിച്ചാൽ അപായപ്പെടുത്തുന്നു. കൂട്ടുകാരെ വിളിച്ചിട്ട് എന്തിനാ പറയുന്നത്? അവിടെയുള്ള കൂട്ടുകാരെ ഇവൻ എവിടൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്ന് നിരന്തരം എന്നോട് പറയാറില്ല. അവിടെ നിന്നുകൊണ്ടുള്ള കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് സോറി പറയുന്നു. എന്റെ മനസ്സിൽ വിഷമം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു. കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അജയൻ ഇന്നതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഏത് അജയൻ? അത് ഇയാളുടെ ഭർത്താവ്. ഞാൻ പറഞ്ഞ നമ്പർ തെറ്റി വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വാലിൽ പറഞ്ഞു ഇല്ല, നമ്പർ തെറ്റി പറഞ്ഞതല്ല, ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞത്. ഇതുപോലെയൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തോന്നിയാസമായിട്ട് നടക്കുന്നതെന്ന് അവര് ചോദിക്കും. അവൻ എന്ത് പണി നിങ്ങളെ വിളിച്ചത് ചോദിച്ചത്? അപ്പൊ അവനൊക്കെയുള്ള പണി എല്ലാവരുടെയും കുടുംബത്തിൽ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അവിടെ എന്താ ജോലി? ഇവിടെ അയാളുടെ ഭാര്യയെ കുറിച്ച് അയാൾ പറഞ്ഞു, അയാളുടെ വിവരക്കേട്. സ്വന്തം ഭാര്യയെ കുറിച്ച് പറയുന്ന അയാൾ മലന്ന് കിടന്ന് അയാൾ തുപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ വിളിച്ച് നമ്പർ തപ്പിപ്പിടിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ എന്ന് ചോദിക്കുന്ന. അന്നേരം അങ്ങനെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഈ അമ്മയെ നോക്കി കഴിഞ്ഞിട്ട് റേഡിയേഷന് ഞായറാഴ്ച ദിവസം റേഡിയേഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ഞാൻ ഇനി വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. പിള്ളേരുണ്ടല്ലോ, പിള്ളേരെ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇനി വരും. വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം തന്നെ റേഡിയേഷൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞേക്കുന്ന പോലീസുകാരനെ കൊണ്ടാണ് വിളിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോണിൽ കൂടെ അസഭ്യമായിട്ടുള്ള വാർത്തകൾ മുഴുവനും എന്നെ ആ ഫോണിൽ കൂടെ വിളിച്ചു. ഇദ്ദേഹം ഫോൺ നമ്പർ കൊടുത്തിട്ട് വേറൊരാൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ പോലീസാണ്. അത് അനിയന് സാക്ഷിയുണ്ട്. അത് അനിയന് സാക്ഷിയുണ്ട്. ഒരു SI ആണ് വിളിച്ചത്. വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലത്ത് വന്ന് കോട്ടയത്ത് വന്ന് വീട്ടിലേക്ക് വന്നപ്പം ഇവരുടെ അമ്മയും എൻ്റെ മൂത്ത കുഞ്ഞുണ്ടല്ലോ, മൂത്ത കുഞ്ഞു ഇളയ കുഞ്ഞും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുക. അമ്മയും വന്നിട്ടില്ല, എവിടെ പോയാന്ന് അറിയത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഫോൺ വിളിക്കുന്നു. ഈ ഫോൺ ആരുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അറിയോ? അമ്മുമ്മയുടെ ഫോണിൽ നിന്നാണ് മോൻ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അമ്മുമ്മ എന്തി? അത് ഇതുപോലെ കുടുംബശ്രീകളിലാണ്ട് സ്കൂളിൽ മീറ്റിംഗ്. അപ്പം നീ ഇത് ആരുടെ ഫോണ്? അത് അമ്മുമ്മയുടെ ഫോണാണ്, മുറ്റത്തെ ഞാൻ റോഡിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 5 മണിയൊക്കെ ആകുമ്പോൾ അമ്മ എന്തെങ്കിലും ആവശ്യത്തിൽ പോയായിരിക്കും. 5 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ 8 മണി വരെ നീ ഫോൺ കൈ വെച്ചൊക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിയായപ്പം വിളിച്ചപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു 8 മണിയായിട്ടും അമ്മ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന്. ഞാൻ പറഞ്ഞു മോനെ ഇവിടെ ഭയങ്കര പരിപാടി നടക്കുക, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഫോണിൽ വിളിച്ചപ്പം ഇങ്ങോട്ട് വണ്ടി ഇരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഞാൻ ചോദിച്ചു 2 കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് നീ എവിടെ പോയടി? ഇത്രയും നേരമായി മണി ആ പിള്ളേരെ എവിടെ കിടന്ന് കരയുന്നത്, എനിക്കിതുപോലെ ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവളെ
എന്നോടും തട്ടിക്കറി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ സംസാരമായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും മോനെ 9 മണിക്കുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇവിടെ ഫോൺ പിന്നെ അങ്ങ് സ്വിച്ച് ഓഫായി. വരുതിക്ക് പുറത്താണ്. പിന്നെ ഞാൻ മോനെ വിളിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ 9 മണിയായിട്ടും വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. വന്നപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ ഹോട്ടലിൽ ലീവ് ചോദിച്ചിട്ട് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്ന് ഞാൻ ബസ് കയറാൻ നിന്നപ്പോഴത്തേക്കിന് ഇവിടെ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ലീവ് എഴുതി കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇവള് പറഞ്ഞു കൊടുക്കട്ടെ വീട്ടിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെയും കൊല്ലും, ഞാനും ചാവും, വരാൻ പാടില്ലെന്ന് ഇവള് ഫോണിൽ കൂടെ പറയും. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി വന്നാൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പം? അത് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാക്കാത്തത്. എന്നാൽ ശരി, നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരുന്നില്ല. നിങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം എനിക്ക് സഹകരണമാണ്. അപ്പോൾ അവിടെ മറ്റൊരാളുടെ വീട്ടിൽ എനിക്ക് വന്ന് തങ്ങാവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വരുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറി അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിൻ്റെ പോക്ക് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിറ്റേ ദിവസം വന്നു. ഞാൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവരുടെ അയലത്ത് തന്നെ വന്ന് തങ്ങിയപ്പോഴത്തെ എന്ത് ചെയ്തറിയോ, വെളുപ്പിനെ 6:30 ആയപ്പോഴത്തേക്ക് നിന്നെ ഇവരുടെ വീട്ടിലോട്ട് കയറി ചെല്ല എന്ന് വിചാരിച്ചപ്പോഴത്തേ എന്തുവാ ഉടനെ എനിക്ക് ഫോൺ വരുന്നു ഇവള് കോട്ടയത്ത് ചെന്നു. അങ്ങനെ എത്ര പെട്ടെന്ന് വെളുപ്പിനെ ഇവള് ഇത്ര മണിക്കൂർ വേണം കോട്ടയത്ത് അനിയത്തിയെ വിളിച്ച് ഫോൺ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ആരോ അവിടെ വണ്ടിയില് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഉച്ച, അത് സ്വന്തം അനിയനാണല്ലോ, അനിയനും അറിയാവുന്ന കാര്യം. എന്ന് വെച്ചാൽ അവിടുന്ന് അവര് താമസിക്കുന്ന സംക്രാന്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ സംക്രാന്തിയിൽ നിന്നും മാമൂടി ജംഗ്ഷനും കഴിഞ്ഞിട്ട് പോകുമ്പോൾ 40 രൂപ 50 രൂപയോളം ഓട്ടോ കൂലി വിളിച്ചു വേണം ഈ അമ്മ അനിയന്റെ ആശുപത്രിയിൽ നിന്ന് റേഡിയേഷൻ കഴിഞ്ഞിട്ട് അനിയന്റെ വീട്ടിൽ അവിടെ വരെ കൊണ്ടുവന്ന് വിട്ടേച്ച് വേണം എനിക്ക് അവിടുന്ന് പിന്നെയും ബസ് താണ്ടി വേണം എനിക്ക് സ്റ്റാൻഡിൽ വന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് അമ്മയുടെ അസുഖം പ്രമാണിച്ച് അനിയന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അനിയന്റെ അവിടുന്ന് വേണം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ. അതിൽ 40 രൂപ ഓട്ടോക്കൂലി വേണം ഈ സംക്രാന്തി പറഞ്ഞ ജംഗ്ഷനിൽ വരാനെ കൊണ്ട്. അവിടുന്ന് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ അവിടുത്തെ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്ന സമയത്തിനൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് കൊണ്ടുവന്ന് ഈ ഓട്ടോ വിളിച്ച് അല്ലാതെയോ ഞാൻ അവിടെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേച്ച് തിരിച്ച് ഞാൻ അവിടുന്ന് ഞാൻ നടന്നാണ് ഞാൻ വന്ന് ജംഗ്ഷനിൽ വന്ന് വെച്ചാൽ അവിടുന്ന് സ്റ്റാൻഡിൽ വരുന്നത് ബസ്സിന് കയറി. അത് കഴിഞ്ഞിട്ടാണ് ഈ പത്തനംതിട്ടയ്ക്ക് ഞാൻ ബസ്സിന് വരുന്നത്. അത് എത്ര മണിക്കായിരിക്കും, ചിലപ്പോൾ 6 മണിക്കായിരിക്കും ഞാൻ വരുന്നത് അവിടുന്ന് തിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുള്ളത് കാരണം ഒരു നേരം രാത്രി വന്നാലുള്ള കുഴപ്പം പറഞ്ഞാൽ ഞാൻ അന്ന് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു ചെക്കപ്പ് ഉള്ളത്. അപ്പൊ ഇവള് ഈ ശനിയാഴ്ച എൻ്റെ അനിയനാണ് വിളിച്ചു വന്നത്. ശനിയാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, മക്കളെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച തിരിച്ചു വരുത്തുള്ളൂ. ഞാനപ്പം ഇവള് വീട്ടിലുണ്ടെന്ന് അപ്പം പിന്നീട് ഞാൻ പറഞ്ഞു ഇവള് ഫോണിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ 10 മണിയായപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കോട്ടയത്തുണ്ടെന്ന് ഇവള് പറഞ്ഞു. അതറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പം എനിക്ക് രാത്രി പാസ് കിട്ടും. വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഇന്ന് രാത്രിയോട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെയും കൊല്ലും, ഞാനും ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞു. അത് പറയാനുള്ള കാരണം അവൻ വെള്ളം അടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. എപ്പോഴായാലും വെള്ളം അടിച്ചിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരെ സ്വസ്ഥമായിട്ട് കിടത്തി ഉറക്കത്തതുമില്ല, ബഹളമാണ്. ഫോൺ വിളിക്കുമ്പോൾ അറിയത്തില്ല മേഡം നമ്മുടെ കൂടെ താമസിക്കുന്ന ആണുങ്ങളുടെ സ്വഭാവം അറിയാമോ, ഒരു വെള്ളം അടിച്ചിട്ടാണ് വിളിക്കുന്നുണ്ടെങ്കിൽ അറിയാമോ. അന്നേരം ഞാൻ പറയുന്ന കാര്യമാണ് അത്, ഞാൻ എവിടെ ആയാലും ഞാൻ പറയുമെന്ന് ഞാൻ അന്നേരമേ പറഞ്ഞു. അതല്ല എവിടെ ചെന്നാലും ഇദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസമായി മനസ്സിൽ കിടക്കുന്നത് മുഴുവനും. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെയുള്ള ഒരു തോന്നിയാസത്തിന് ഞാൻ പോയിട്ടില്ല. അല്ല, ഇയാള് അങ്ങനെ നിത്യവും മദ്യപിക്കുന്ന കൂട്ടത്തിലാണോ? നിത്യവും നല്ല പൈസ എപ്പോ കയ്യിലുണ്ടോ അന്നേരം അല്ല. എന്നോട് പിണങ്ങിയതിനു ശേഷം മാത്രമേ എനിക്ക് ആ കാര്യം അറിയില്ല. ഇത് പറയാം, ഓരോ ഓഫീസിൽ ചങ്ങനാശ്ശേരി, ഒറ്റപ്പാലം, ഇവിടെ കൊല്ലം, എറണാകുളം, അവിടെ തന്നെ എന്തെല്ലാം വഴക്കുണ്ടായിട്ടുണ്ട്. ആ സ്ഥാപനത്തിൽ തന്നെ എന്തുവാണ് വഴക്കുണ്ടാക്കി ആ സാർമാരെല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സഹിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് താമസിക്കുന്നില്ല. എങ്ങനെ അങ്ങനെ നിത്യവും മദ്യപിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലാണെന്ന് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ കാര്യം പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോ പറയുമ്പോ പിന്നെ അവരുടെ നിലയ്ക്കാണ് അവര് പിന്നെ പറയുന്നത്. എന്റെ നാട്ടുകാരെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വീട്ടിലെ നാട്ടിലല്ല, ഇദ്ദേഹത്തിന്റെ നാട്ടിലോ കണ്ടവരുണ്ട്. ഞാൻ ഇന്നാര് കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടില്ലെന്ന് പറഞ്ഞാല് എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലല്ലേ, ഇദ്ദേഹത്തിന്റെ നാട്ടിലാരെങ്കിലും? അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പറിച്ചതുപോലെ ഒരു ദിവസം ഞാൻ കിടക്കാൻ പീരീഡ് ആകുന്ന സമയത്തും ഒരു ദിവസം കൂടെ കിടന്നില്ലെന്നുണ്ടെങ്കിൽ പച്ച പറിച്ചതുപോലെ പോകുമ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്താടി നിന്റെ ഭർത്താവിനെ നീ കൊടുക്കത്തില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ അഭിമാനമുണ്ട്. ഞാൻ എത്രയ്ക്ക് തലമറന്ന ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയല്ല ഞാൻ കഴിയുന്നത്. എന്നും ചോദിക്കും, ഇത് തന്നെ പറഞ്ഞാണ് വഴക്ക്. മിക്കവാറും ഉള്ള വഴക്ക് ഈ വെള്ളം അടിച്ചു വന്നു കഴിയുമ്പോൾ ഇത് തന്നെ പറയുന്നത്. എല്ലാവരും ആരും ചോദിക്കും എന്ത് വേട കാരണം നീ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടിയായത്.
പറഞ്ഞിട്ടുണ്ട് പലരോടും, കരയോഗത്തിലും പാർട്ടിക്കാരോടും മെമ്പർമാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ 2 കുഞ്ഞുങ്ങളെല്ലാം ഞാൻ വരാം. അങ്ങനെ ഞാൻ വന്ന് ഞാൻ ചെന്ന് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. മേഡം ഇപ്പൊ പറയുന്നതല്ല നമ്മൾ കള്ളത്തരം പറയുവാണെന്ന്. എനിക്ക് അതിൽ യാതൊരു വിശ്വാസമില്ല. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദന ഉള്ളത് തന്നെയാണ്. എനിക്ക് എന്തിനാ വെറുതെ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ആമ്പിള്ളേരെ പറക്കാൻ പറ്റാത്ത പിള്ളേരെ, എനിക്ക് എന്തിനാ വെറുതെ ഞാൻ ഈ ഇദ്ദേഹത്തിനെ കളഞ്ഞിച്ച് എനിക്ക് വേറെ പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ച് എനിക്ക് പോയിക്കൂടായിരുന്നു. മിനി, നിങ്ങൾ രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണോ? അത് തന്നെ. അപ്പൊ ഈ മധ്യസ്ഥം പറഞ്ഞ ആരെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമോ? മധ്യസ്ഥം പറഞ്ഞില്ലേ നിങ്ങൾക്ക് 1 വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിക്കൂ എന്ന് പറഞ്ഞില്ലേ? അവരുടെ മുൻപിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത്? അവിടുന്നുള്ള ആൾക്കാരെയാണ് വിളിച്ചോണ്ടിരുന്നത്. കരയോഗത്തിലുള്ള ആൾക്കാരെ മെമ്പർമാരെ എല്ലാം വിളിച്ചോണ്ടിരുന്നൊക്കെ അവിടെ ഉള്ളവരെ തന്നെയാണ്. അവർ പറയുമായിരിക്കും, പറയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ചിലപ്പോ എനിക്കാണോ അല്ല, അവർക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ അവർ അറിഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം മദ്യപിക്കുമെന്നും മിനി ഉപദ്രവിക്കുമെന്നും സത്യമായിട്ടാണ് അവരെ ആരെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തായാലും ഇവരുടെ 2പേരുടെ അമ്മമാര് വന്നിട്ടുണ്ട്. അവര് 2പേരും കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതെ അതെ, അവരെ വരാൻ പറയാം. ഈ വിവാഹം കഴിച്ച് കുട്ടികളും ആയതിനു ശേഷം ഈ പിന്നെ ഭർത്താവ് നിങ്ങൾക്ക് യോഗ്യനായ അല്ലാത്ത ഒരു ഭർത്താവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ അങ്ങനെ വേദിച്ച് കണ്ടിട്ടേ ഇല്ല? വരെ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ പിന്നെ ഈ നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ മിസ് കാൾ വന്നെന്ന്, നിങ്ങൾ കുടുംബം കൊണ്ട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ല അവരോട്? കുടുംബമാണ് നശിപ്പിക്കരുതെന്ന് സമയത്ത് കേട്ടിട്ട് പറ. ഞാൻ ചോദിച്ചു കേട്ടിട്ട് പറ. സാധാരണ ആദ്യമായിട്ട് വരുന്ന ഒരു മിസ് കാളിലാണെങ്കിൽ ഒരു ലേഡി അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു ഭാര്യ അങ്ങോട്ട് പറയത്തില്ല എനിക്കൊരു കുടുംബം കൊണ്ട് നശിപ്പിക്കരുതെന്ന്. അന്നേരം ആ മിസ് കാൾ നിങ്ങൾക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും ആ മിസ് കാളിൽ ചെയ്ത ആളുകളെ നിങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഉറപ്പല്ലേ? എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോണിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ നമ്പർ ഇതുപോലെ അദ്ദേഹം കൊടുത്തതില്ല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ കാര്യം ഞാൻ നല്ല രീതിയിൽ നടക്കുന്നത്, പിള്ളേരെ ഞാൻ നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാ വിളിക്കുന്നത്. പിള്ളേരെ ഞാൻ നോക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ മറ്റു രീതിയിൽ നടക്കുന്നത് എന്നും പറഞ്ഞിട്ടൊക്കെ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് വിട്ടേര് എന്നിങ്ങനെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ മിനി, അദ്ദേഹം ആ വീട്ടിലുള്ള സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടാണ്? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല. എന്റെ ഭർത്താവുള്ള സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ എന്റെ അനിയത്തിയും എന്റെ അമ്മയും അല്ലാതെ ഞാൻ വേറെ ആരും ഞാൻ വിളിക്കും. വീട്ടിൽ വന്ന് മദ്യപിക്കുകയും അവിടെ സാറേ ഞങ്ങൾ കുടുംബമായിട്ടാണ് കഴിയുന്നത്. കുടുംബമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അവരുടെ അച്ഛൻ വീട്ടിലെ കുടുംബത്തിലെ കഴിയുന്നത്. അതിൽ എല്ലാവരും അവിടെ വരികയും ചെയ്യും. വന്നു വെച്ചാൽ അമ്മൂമ്മ അവിടെ ഉണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്. മിനിയുടെ അച്ഛന്റെ കുടുംബത്തിലാണോ കഴിയുന്നത്? ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിലാണ് കഴിയുന്നത്. അപ്പൊ അവിടെ ഉള്ള വീട്ടില് അപ്പച്ചയുടെ മോനെ ഇങ്ങനെയൊക്കെ ഉള്ളവർ വരും. അവരൊക്കെ ദൂരെ നിന്ന് വരുന്ന ജോലിയും കഴിഞ്ഞിട്ട് പാലക്കാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ അവർ വരും. പിന്നെ അവർ മദ്യപിക്കുന്നതായതുകൊണ്ട് എനിക്ക് അതിനകത്ത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് വെള്ളം അടിക്കരുതെന്ന് പറയാൻ അവകാശമുണ്ടോ? നിങ്ങളുടെ മദ്യപിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പോയി നിങ്ങളുടെ വീട്ടിൽ താമസിക്കും. അത് അവിടെ ഈ വരുന്ന ആണുങ്ങളൊക്കെ മദ്യപിക്കുന്നു എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അത് എനിക്ക് കാഴ്ചക്കാർക്ക് മോശമായിട്ട്. സാറേ ഞാൻ പറയട്ടെ, ഞാനിപ്പോ പറഞ്ഞു എനിക്ക് അവിടെ യാതൊരു ബന്ധവും ഇല്ല. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തരാമെന്നുള്ളതെല്ലാം തന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിട്ടു കഴിഞ്ഞ ശേഷം ഇതൊരു പിണക്കമായിട്ട് ഞാൻ അവിടെ വന്ന് ഞാൻ താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ എന്റെ അച്ഛൻ അവിടെ ഉള്ളെങ്കിലും അത് കുടിക്കുന്ന ആൾക്കാരാ. അവർ വന്ന് അന്നേരം അച്ഛനുള്ള സമയത്തും അതുവരെ കുടിക്കുകയും വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ സഹകരിക്കുകയും ചെയ്ത് വെച്ച് പോകുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് മറ്റു രീതിയിലൊന്നും അവരവിടെ വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന വീട്ടില് എന്റെ വീട്ടുകാരെ ഞാൻ വിലക്കിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആണുങ്ങള് എന്റെ വീട്ടുകാരെ ഞാൻ വിലക്കിട്ടുണ്ട്. അയാള് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് മാത്രമല്ല ഒക്കെ ചെയ്ത് അവിടെ തന്നെ പിന്നെ ഭർത്താവ് പുറപ്പെട്ടു പോയതിനു ശേഷം 3 ദിവസം അയാൾ അവിടെ താമസിക്കുന്നു. ഇതൊക്കെ നമുക്ക് അത് പറഞ്ഞ മൊബൈലിൽ വഴക്ക് പറഞ്ഞതിന് ഇവിടെ വഴക്ക് പറഞ്ഞ ഇവള് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് അപ്പച്ചിയുടെ മക്കളെ കാണിച്ചിട്ട് അമ്പലമിറ്റത്ത് തന്നെ കൊല്ലത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ഇളയ മോനും മൂത്ത മോനും കൂടെ ഉത്സവം നടക്കുക. ചായ കുടിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ പട്ടിയെ തല്ലുന്ന പോലെ ഈ കുടിച്ച കാടി അപ്പച്ചി മക്കള് എന്നെ തല്ലി. ഒരു ചവിട്ട് എൻ്റെ മൂത്ത മോൻ്റെ വള്ളയ്ക്കും കൊണ്ട് 8000 രൂപയും പേഴ്സ് കൊടുത്ത് താഴെ വീണ് പിടിവലിയായി. അവിടുത്തെ പോലീസ് എല്ലാം കൂടെ ഉത്സവ സ്ഥലത്ത് നിന്ന് ഓടി വന്ന് മോൻ പറഞ്ഞു ഇതുപോലെ അച്ഛനെ അടിച്ചോ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇവർ പറഞ്ഞെന്തു അറിയോ,
നമുക്ക് രാവിലെ നേരം വെളുത്ത് വിശ്വാസാലും അല്ലേ പറഞ്ഞ് തീർത്ത് ഒത്തുവെപ്പാകും. ഇവരുടെ അപ്പച്ചിയുടെ മക്കളായതുകൊണ്ട് ഞാനും വിചാരിച്ചു ഒരു പ്രശ്നം വലുതാക്കണ്ടല്ലോ, കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മോൻ മൊബൈലിൽ പറയുന്നത് അമ്മയുടെ മൊബൈലിൽ അച്ഛൻ ഈ കാരണം പറഞ്ഞ് അമ്മയെ തെറി വിളിച്ചതെല്ലാം റെക്കോർഡ് ചെയ്ത് മൊബൈലിൽ വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അത് മോൻ എന്നെ കേൾപ്പിക്കുകയും ചോദിച്ചു. ശരിയാ, ഞാൻ ഇവളെ വിളിച്ചത് നീ കണ്ടവനെ എല്ലാം വിളിച്ച് കയറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം ഇതിൽ പറയാമെന്ന് പറഞ്ഞ് വഴിക്കൊണ്ടായി, നീ നിന്റെ മച്ചൂണനെ എല്ലാം വിളിച്ച് വരെ കയറ്റി മദ്യം കഴിപ്പിക്കുക, ഞാൻ വല്ലപ്പോഴും ഇച്ചിരി കഴിക്കുമ്പോഴാണല്ലോ നിനക്ക് കുറച്ചിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഇവളെ ചെയ്തു. ആ മൊബൈലില് ഈ മച്ചൂണന്മാരെ കൊണ്ട് കാണിച്ചു, ഇവള് റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ. നിങ്ങളെക്കാട്ടിയും കൂടുതൽ സ്നേഹം ഈ മക്കൾക്ക് ഭർത്താവിനോടുണ്ട്, നിങ്ങളെക്കാട്ടിയും കൂടുതൽ സ്നേഹം മക്കൾക്ക് ഭർത്താവിനോടാണ്. എന്നെ അത് അറിയത്തില്ല. പോകുന്നുണ്ട്. അമ്മ അതല്ല ചോദിച്ചാ, നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാലോ, പെരുമാറ്റം കാണുമ്പോൾ അറിയാലോ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളോട് താമസിക്കുന്ന മക്കൾക്ക്. ഞാനിപ്പോ ഇന്ന് വരെ ഈ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ തന്തയോട് മിണ്ടരുത്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുട്ടികളുടെ കാര്യം നമ്മളൊരു നാട്ടു നടപ്പിന്റെ കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനകത്തുള്ള ന്യായാന്യായങ്ങൾ ഇപ്പൊ ഏത് ആൾക്കും കയറി ഇടപെട്ട് പറയാൻ പറ്റുന്ന ചില ന്യായങ്ങളില്ലേ. സ്വന്തം ഭർത്താവ് മദ്യപിക്കുകയോ കുറച്ച് ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാണെന്ന് നമ്മൾ വാദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ പിണങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇത്രയും സംശയം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ അപ്പച്ചിയുടെ മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുറക്കുള്ള ചെറുക്കന്മാരാണ്. അവര് വെള്ളം ഒഴിച്ച് അവിടെ വന്ന് അനാവശ്യം പറഞ്ഞ് അവിടെ താമസിക്കുന്നതിൽ ഭർത്താവ് സംശയിക്കരുതെന്ന് പറയുന്നില്ല. അങ്ങനെ താമസിക്കത്തില്ല. വന്ന് വെള്ളമായിരിക്കും, വെള്ളം അടിച്ചായിരിക്കും ചിലപ്പോ വരുന്നത്. വരുക 10 മിനിറ്റ് അവരുടെ അമ്മയുള്ളത് കൊണ്ട് അവരവിടെ വന്ന് 10 മിനിറ്റ് ഇരിക്കുന്ന, ഒരു ആഹാരം പോലും വെച്ച് കഴിച്ചാൽ അവരിരിക്കുന്നില്ല, അന്തി ഉറങ്ങുന്നില്ല, അവരവരുടെ വീട്ടുകളിൽ. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഈ ബഹളം ഉണ്ടായി. ഇപ്പൊ അയാളെ അടിച്ചു എന്ന് പറഞ്ഞു, ഉത്സവപ്പറമ്പിലിട്ട് അയാളെ അടിച്ചു, അയാളുടെ മക്കളുടെ മുമ്പ് വെച്ച് അടിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ ക്രൂരമായ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട്. അല്ല, ഇതെങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കും? ഇനി അയാൾ അവിടെ ഒരു ഭർത്താവെന്ന് പറഞ്ഞവൻ വരുമ്പം വീട്ടിൽ വേറെ ചെറുപ്പക്കാർ 2-3 പേര് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നു. ബഹളം ഉണ്ടായപ്പോ 2 പേര് പോയി, മൂന്നാമതൊരു അവിടെ കിടന്ന് തുണിയില്ലാതെ ആ റൂമിനകത്ത് കിടന്ന് അനാവശ്യങ്ങളും പറഞ്ഞുകൊണ്ട്. അതിനല്ല സാറേ, ഇത് അപ്പച്ചയുടെ മക്കളല്ല അടിച്ചത്, അപ്പച്ചയുടെ മക്കളല്ല അടിച്ചത്. എന്റെ അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ്റെ അനിയൻ ഒരാളുണ്ട്, ഞങ്ങൾക്ക് കൊച്ചനായിട്ട് വരും. ആ കൊച്ചനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഫോൺ ചെയ്ത് ഇദ്ദേഹം വിളിച്ചിട്ട് എന്നെ വായി വരുന്നത് വെള്ളമായിരുന്നു, എന്നെ ഓരോന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് കാര്യം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരുന്ന വീട്ടത്തില് ഞങ്ങൾ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉത്സവം പ്രമാണിച്ച് ചിത്രം വന്നത്. അത് എറണാകുളത്ത് നിന്നാണ് താമസിക്കുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് സംസാരിക്കുന്നതെല്ലാം കേട്ടപ്പോൾ ഇദ്ദേഹം തന്നെ ആ ഫോൺ വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതാരാ വന്നേക്കുന്നത്, അവിടെ ആണുങ്ങളുടെ സംസാരം കേൾക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൊച്ചാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ ഫോൺ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് പേടിയ 2 പേരോട് കിടന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിൽ അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പേടിച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഇതുപോലെ വിളിയോടെ വെള്ളം അടിച്ചാൽ വിളിക്കാൻ വിളിയോടെ വിളിച്ചിട്ട് വരും, നാളെ ഞാൻ ഉത്സവത്തിന് വരും, നീ ഇന്ത്യ വീട്ടിൽ ആരാ കാമുകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ വെട്ടി കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ശരിയാണ്, നാളെ വരുമ്പോൾ വന്നു കഴിയുമ്പോൾ അറിയാലോ ആരാ വീട്ടിലുള്ള എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ 3-മതും വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറയാം അമ്മയും വേശിയ മോളും വേശിയ. എടുത്ത വല വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാന്നാ പറയുന്നത്. അമ്മയും മോളും ബേസിയാണെന്നുള്ളത് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയി, എന്റെ മറ്റൊരു കാര്യം ഇദ്ദേഹം സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തവണ ഒരു കോള് വന്നപ്പോ ഇദ്ദേഹം എടുത്തപ്പോ നീ എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരോ സംസാരിച്ചു. അങ്ങനെയുള്ള സംഭവം നടന്നിട്ടേ ഇല്ല. ഫോൺ കോളിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ മറ്റുള്ള ഒരു അന്യപുരുഷനുമായിട്ട് ഞാൻ ഒരു അവിവേദത്തിന് ഞാൻ പോയിട്ടില്ല. കടയിൽ അവരുടെ അച്ഛനും വേറെ ചെറുപ്പക്കാരും ഒക്കെ അവിടെ മദ്യപാനവും കാര്യങ്ങളും ഒക്കെ. അത് ആരായിരുന്നു കാരണം? ഇത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്? അദ്ദേഹത്തിന്റെ അച്ഛനല്ല, അച്ഛന് വയ്യാതെ ഇപ്പോഴും ഇരിക്കുക. അച്ഛനല്ല, ഇദ്ദേഹം തന്നെയാണ് കാരണം. ഇദ്ദേഹം ആദ്യമേ അവിടെ കൊണ്ടുവന്ന് കൂട്ടുകാരെ കൂടി കൊണ്ടുവന്ന് കട വാടകയ്ക്ക് എടുത്തിട്ട് പച്ചക്കറി, ചീനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമായിരുന്നു. മുറുക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയപ്പോഴേ ഇദ്ദേഹം തന്നെ അത് കട നഷ്ടത്തിലാണ് നമുക്ക് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെ പന്തളമാണ് അവിടെ ഡസ്റ്റ് വെച്ചേക്കുന്നത്, അവിടെ പോയി സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ചില്ലറയ്ക്ക് വിൽക്കുമായിരുന്നു. ചില്ലറയ്ക്ക് വിൽപ്പന ഉണ്ടായിരുന്നു, ചില്ലറ വിൽക്കുമായിരുന്നു. മദ്യവിൽപ്പന ചില്ലറ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ സഹി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു
ഇന്നതുപോലെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ജോലിക്ക് അന്നേരം പറഞ്ഞ് റബ്ബർ വെട്ടാ ജോലി, ഭയങ്കര മഴ, ഇന്നത്തെ പോലല്ല അന്നത്തെ ദിവസം ഭയങ്കര മഴയാക്കുമ്പോൾ റബ്ബർ വെട്ടൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ദൂരെ എവിടെയെങ്കിലും പണിക്ക് പോകാന്ന് പറഞ്ഞു. എറണാകുളത്തെ സെക്യൂരിറ്റി പണിക്ക് ഞാൻ പോവാം. അന്ന് പറഞ്ഞു പത്രത്തിൽ എങ്ങാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വായിക്കാൻ അറിയില്ല, പേപ്പറിനകത്ത് എങ്ങാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നെ വിടാവോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അന്നേരം ഇതുപോലെ പേപ്പർ നോക്കിയപ്പോൾ ഇന്നതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വിളിച്ച് ഞാനിവിടെ കൂടിയാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞപ്പോൾ അന്നേരം ഏൽപ്പിച്ചിട്ട് പോയത് ഈ അച്ഛനെ അമ്മയാണ് ഈ കട ഏൽപ്പിച്ചു പോയത്. ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണ്ട. അന്നേരം അച്ഛന് ഇതുപോലെ തന്നെ വെള്ളമടി പാർട്ടിയായിരുന്നു, അച്ഛനും വെള്ളം അടിക്കുന്ന ആളായിരുന്നു. അച്ഛനെ അന്നേരം കൊണ്ടുവന്ന് വെള്ളം അടിച്ച് വെച്ച് അവിടെ തന്നെ അവർ ആൾക്കാരെ വിളിച്ച് ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ കുടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കും. ഇതേ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 5110.